ഇത് കണ്ട ഗൈസ്, ഇതാണ് എൻ്റെ ടൂൾ ബോക്സ്. എനിക്ക് ഈ പരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ വണ്ടി ഞാൻ സ്വന്തം ശരിയാക്കും, ക്ലീനാക്കും. ശരിയാക്കലും അതെ, ഞാൻ ദുബായിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ നിസാൻ അൾട്ടിമ വണ്ടി ഞാൻ തന്നെയാണ് ഫുള്ള് അതിൻ്റെ എൻജിനൊക്കെ തുറന്ന് ശരിയാക്കിയത്. എന്നുവെച്ചാൽ പറ്റണതൊക്കെ ഞാൻ ചെയ്തിരുന്നു. ബാക്കി പിന്നെ എന്താ പറയുക, എൻജിനൊക്കെ ഫുള്ള് മോളിക്കെടുക്കുന്നത് വെച്ചാൽ അത് വേറെ പരിപാടിയാണ്. പക്ഷേ എൻജിൻ എടുക്കാത്ത പരിപാടികളൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്നാണ് സാറ്റർഡേ. ഇന്ന് കുറച്ച് നമ്മൾക്ക് റിലാക്സ് ആയ സമയമാണ്. കാരണം യാവിന് ഇന്ന് സ്കൂളില്ല, ഇന്നും നാളെയും. അപ്പോൾ ഈ 2 ദിവസം കുറച്ചൊന്ന് റിലാക്സ്ഡ് ആണ് നമ്മൾ. ഇവൻ്റെ മുറിയൊന്ന് ക്ലീൻ ആക്കണം. കണ്ട, ഇവൻ്റെ മുറി എത്ര ക്ലീൻ ആക്കി കഴിഞ്ഞാൽ ഈ ചെക്കൻ ഉണ്ടല്ലോ ശരിക്കും വെക്കില്ല. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ആകെ ഇതായിരിക്കുക. പിന്നെ പാം ചിലപ്പോൾ വരും, നാളെയോ മറ്റന്നാളോ പറയാൻ പറ്റില്ല. അവൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാൻ പറ്റും വെൻ ഈസ് ഷീ കമ്മിങ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്നെൻ്റെ ബൈക്കൊന്ന് ശരിക്കും ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്താണ് ആക്ച്വലി, സർവീസിങ്ങൊക്കെ ചെയ്തു, ഓയിലൊക്കെ ചേഞ്ചാക്കി. പക്ഷേ ഇന്നലെ യാവിനെ വിളിക്കാൻ വേണ്ടി പോയപ്പോൾ കുറച്ചൊന്ന് ഇതായിപ്പോയി. വാട്ട് ഹാപ്പൻ? ഐ ആം ടോക്കിംഗ് അബൌട്ട് യുവർ റൂം. യുവർ റൂം യു നെവർ കീപ്പ് ഇറ്റ് പ്രോപ്പർലി. യു പുൾ ഇറ്റ് ഔട്ട് ബട്ട് യു നെവർ പുട്ട് ഇറ്റ് ബാക്ക്. അത് പറഞ്ഞപ്പോൾ അവൻ്റെ പേര് പറഞ്ഞപ്പോൾ എന്ത് കണ്ട എൻ്റെ അടുത്ത് വന്നിരിക്കുക. സോ ഡു ഇറ്റ്. വൺസ് യു പുൾ ഇറ്റ് യു ഹാവ് ടു പുഷ് ഇറ്റ് ബാക്ക് ഓൾസോ. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടോ ചെക്കന്മാരുടെ വീട്ടിൽ? എവറി ഹൗസ് ബോയ്സ് ഹു ബിക്കം ടീനേജേഴ്സ് ദിസ് ഈസ് എ പ്രോബ്ലം. അപ്പോൾ ഇന്ന് നമ്മളുടെ വണ്ടി ഒന്ന് ക്ലീൻ ആക്കാം. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ നമ്മളുടെ ഇടയിലൊക്കെ പൊടിയും മണ്ണൊക്കെ എന്ന് വെച്ചാൽ ക്ലീൻ ആക്കാൻ ചെയ്താണ് ഉപയോഗിക്കാറ്. ഈ സ്പ്രിങ്ക്ലർ ഉപയോഗിച്ചിട്ട് ഞാൻ ഒന്ന് അടിച്ച്, പിന്നെ എൻ്റെ ഒരു ബ്രഷ് ഉണ്ട്. അപ്പോൾ ആ ബ്രഷ് വെച്ചിട്ട് ഞാൻ ക്ലീൻ ആക്കും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിലും ഉണ്ട് TVS റേഡിയോൺ ബൈക്കുള്ളവർ. അപ്പോൾ ഐ വിൽ ഷോ യു ഹൗ ഐ ക്ലീൻ മൈ ബൈക്ക് ആൻഡ് കീപ്പ് ഇറ്റ് ഇൻ എ വെരി റിച്ച് കണ്ടീഷൻ. ഇത് കണ്ട, ഞാനെപ്പോഴും 1204 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ഇതുവരെ. ഞാനിന്ന് ബേസിക്കലി ക്ലീൻ ആക്കുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ഈ സൈഡിലെ ഇത് എടുത്ത് കളയാൻ പോകണം. ഇപ്പം എനിക്ക് ആവശ്യമില്ല, കാരണം ഞാനിപ്പോൾ ലോങ് ടൂറും ഇതിനൊന്നും പോകണില്ല. അപ്പോൾ അത് വെച്ചിട്ട് കാര്യമില്ല. വെറുതെ എക്സസ് വെയിറ്റ് വെച്ച് പിന്നെ വെറുതെ ഒരു ആഡംബരം. So I'm just gonna take that out before I start cleaning. ഇതുണ്ട്, ഇതൊക്കെ ഇതിൽ തുരുമ്പ് പിടിച്ചു തുടങ്ങി. ഇത് ടാറ്റയുടെ പ്രൊഡക്റ്റാണ്. പക്ഷെ എനിക്കൊന്ന് 1 മാസം ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കൊന്ന് അതിൽ വല്ല പെട്രോളോ ഓയിലൊക്കെ ചെയ്യേണ്ടി വരും. എന്തൊരു പൊടിയത് കണ്ട. ഈ സീറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഇഷ്ടം പോലെ പൊടിയുണ്ട്. ഇതൊക്കെ നമ്മൾ മാസത്തിൽ 1 പ്രാവശ്യം ക്ലീൻ ചെയ്യണം നല്ലതാണ്. അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളെ വണ്ടിയുടെ ലോഞ്ചിവിറ്റിക്ക് വേണ്ടി നല്ലതല്ല. സോ ഞാൻ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ ഇത് പിന്നെ ഇതും ഇത്രേ ഉള്ളൂ. ഈ ഒരു ബ്രഷ് ആദ്യം നമ്മളങ്ങോട്ട് എടുത്ത് കളയാം, നോർമലി തുറയ്ക്കുക. അപ്പോൾ ഞാനിന്ന് ഇത് പിന്നെ എൻ്റെ ഈ ബോക്സും സൈഡിലെ 2 ബോക്സ് ഞാൻ എടുത്ത് കളയാൻ പോകുന്നു. എന്നിട്ട് വല്ല ലോങ് ട്രിപ്പിനെ കാണാൻ പോകുമ്പോൾ മാത്രം നമ്മൾ ടൂർ തുടങ്ങുമ്പോൾ, ഇപ്പോൾ ടൂർ തുടങ്ങില്ല, ഞാനതൊക്കെ വിചാരിച്ചിട്ടാണ് വെച്ചത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്യണില്ല, സമയമില്ല ഇപ്പം അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ ബാക്ക് പാക്ക് തൽക്കാലത്തിന് ബാക്ക് പാക്ക് മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇത് ക്ലീൻ ആക്കിയിട്ട് ഇതേ നമ്മൾ ബ്രഷ് വെച്ചിട്ട് സൈഡ് ക്ലീൻ ചെയ്താൽ പൊടി ഒരിക്കലും നല്ലതല്ല. നിങ്ങളൊരു ബൈക്ക് എൻതൂസിയാസ്റ്റ് എന്ന് വെച്ചാൽ, എനിക്കറിയാം എൻ്റെ വലിയ യമഹയോ അല്ലെങ്കിൽ സുസുക്കിയൊന്നും അല്ല എൻ്റെ ഉള്ളത്. പക്ഷേ ബൈക്ക് ഈസ് ബൈക്ക് ആൻഡ് ദിസ് ഈസ് മൈ ഹാർഡ് ഏൺ മണി. ഞാനിപ്പോൾ ലോൺ കൊടുത്തുകൊണ്ടിരിക്കണം ഇതിൻ്റെ. ബട്ട് ഫോർ മീ ഇതെൻ്റെ യമഹയും സുസുക്കിനേലും കുറവല്ല. ഐ ലവ് മൈ TVS ആൻഡ് ഐ എം ഹാപ്പി ഞാൻ ഈ വണ്ടി മേടിച്ചത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല മൈലേജും ഉണ്ട്, പിന്നെ നല്ല സ്ട്രോങ് വണ്ടിയത്. So I do not have any issue with the decision I made. ഇത് ഇവിടെ തന്നെ ആയിരിക്കും.
clean it nicely. I mean, there is one guy who actually messaged me that even he has got a TVS Radeon. So I'm showing him that how I maintain my bike. I mean, even any bike. ഇതിപ്പോൾ TVS Radeon മാത്രമല്ല, any bike you have. This is the computer unit basically. ഇപ്പോൾ എല്ലാതും കമ്പ്യൂട്ടറൈസ്ഡ് ആയതുകൊണ്ട് നിങ്ങളുടെ എഞ്ചിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരിതിൽ കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. ഇനി ഈ രണ്ടും ഈ 4 എനിക്ക് തുറക്കണം, കാരണം ഇതെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതെടുക്കാൻ പറ്റുള്ളൂ, ഇത് രണ്ടും. സോ ഐ ഹാവ് ടു ടേക്ക് ഇറ്റ് ഔട്ട്. എൻ്റെ ഈ നട്ടുണ്ടല്ലോ ബേസിക്കലി ഞാൻ മാറ്റിയതാണ്, കാരണം ഇവിടെ ഉണ്ടായിരുന്ന ഒറിജിനൽ നട്ടിൻ്റെ പിരി കേടായി ഇത് കയറ്റണ സമയത്ത്. എനിക്ക് അതിൻ്റെ ഒരു ശരിക്കും ഒറിജിനൽ നട്ട് മേടിക്കണം, അല്ലെങ്കിൽ അവർ പറയുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ നട്ടല്ല പ്രശ്നം, മറ്റേ മെയിൻ ബോഡിയിലുള്ള അത് തന്നെ പിരി പോയതാണ് അത്ര, ഇതിൻ്റെ പിരി പോയി. അപ്പോൾ ഇതിറങ്ങി നമ്മുടെ ഒരെണ്ണം. തൽക്കാലത്തിന് ഞാൻ ഇപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് സേഫാണ്. ഇപ്പോൾ തിരിച്ച് തിരിഞ്ഞു ഇടാം, കണ്ട കയറുന്നില്ല അത്. എനിക്ക് ഇതിൻ്റെ പിരി പോയോണ്ട് ചെറിയ പ്രശ്നമുണ്ട്. കയറിയാൽ മതിയായിരുന്നു. കയറി അധികം ടൈറ്റ് ആക്കണ്ട, ഇങ്ങനെ ഇരുന്നോട്ടെ. അങ്ങനെ അതും പോന്നു. ഹൈവ അപ്പോൾ ഗായ്സ് ബേസിക്കലി ഞാൻ ഇത് എടുത്തു. എൻ്റെ 2 ഉണ്ടായിരുന്നല്ലോ ബോക്സ്, പിന്നെ അതെ മറ്റേ ബോക്സ് അവിടെ, അപ്പോൾ അത് കൊടുത്തു. ഇപ്പോൾ ബൈക്കൊന്ന് ഇതായി. ഈ ബൈക്കൊന്ന് ക്ലീൻ ചെയ്യാം നമുക്ക്, തിരിച്ചതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. ഇതെന്താ പറഞ്ഞാൽ ഇവിടുത്തെ ഹ്യൂമിഡിറ്റി നല്ല ചൂടുണ്ട്. ചൂടെന്ന് പറഞ്ഞാൽ മഴ ഇത് കഴിഞ്ഞിട്ടും നല്ല ഹ്യൂമിഡിറ്റി. ഓഹ് ഞാൻ ഫുള്ള് നനഞ്ഞ്. അങ്ങനെ അത് കഴിഞ്ഞു. ഇത് കണ്ട, ഇത് ഇന്നലെ ഞാൻ സർവീസ് ചെയ്യിപ്പിച്ചാണ്. പക്ഷേ ഇന്നലെ യാവിൻ സ്കൂളിൽ നിന്ന് ലേറ്റായി വരാമെന്ന് പറഞ്ഞ് ലേറ്റാകുന്നപ്പോൾ ഞാൻ അവിടെ സ്കൂൾ വരെ ഒന്ന് പോയതാണ്. ഫുള്ള് ചെളിയെന്നല്ല, അത് തിരിച്ചായി. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ചായനതിന് മുമ്പ് നമുക്ക് സീറ്റ് തിരിച്ച് വയ്ക്കാം. ഓക്കെ, ഈ സീറ്റിൻ്റെ ഇതുണ്ടല്ലോ അധികം ടൈറ്റ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ടോർക്ക് ഭയങ്കര മിനിമം ആയിട്ട് വയ്ക്കണം. അങ്ങനെ അതും കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യിപ്പിച്ചാണ് അന്ന്. ഇത് എയർ ഫിൽറ്റർ ഇവിടെ, ഇതിൻ്റെ കവറ്
മെസ്സേജ് ഇതപ്പം ഉള്ളിൽ പോയി ചെക്ക് ചെയ്യാനല്ല ശരിയാവും. ഓക്കെ ഓക്കെ കാശ് ഇങ്ങനത്തെ ചെളികളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഞാൻ ഈ സ്പ്രിങ്ക്ലർ വെച്ച് ആദ്യം ഒന്നത് വെറ്റാക്കും ഫുള്ള്. നോർമൽ വെള്ളം തന്നെ, ഞാൻ സോപ്പ് വെള്ളം പോലും ഉപയോഗിക്കില്ല. നമുക്ക് നോർമലായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് നമ്മുടെ ഇന്ത്യൻ ബൈക്സിൽ മാത്രമേ ഉള്ളൂ ഈ എന്താണ് പറയുക സാരി ഗാർഡ് വരുന്നത്. പുറത്തെ ബൈക്സിൽ ഈ സാരി ഗാർഡ് വരാറില്ല. ഇതെടുത്ത് കളയണോ വേണ്ടോ എന്ന് ഞാൻ ആലോചിക്കും. കാരണം പാം സാരി ഒന്നും ഇടാറില്ല. അപ്പോൾ മേ ബി ഇറ്റ്സ് ബെറ്റർ ടു ടേക്ക് ഇറ്റ് ഓഫ് ഓൺലി. ഇപ്പോൾ കിടക്കേണ്ടത് പിന്നെ എടുത്ത് കളയാം. അങ്ങനെ അതൊക്കെ എക്സസ് വെയിറ്റ്, എത്ര വെയിറ്റ് കുറയണോ അത്രയും വണ്ടിക്ക് മൈലേജും കിട്ടും. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. ഇപ്പം ഇത് ക്ലീനായി. ഏറ്റവും ബുദ്ധിമുട്ട് ക്ലീൻ ചെയ്യാൻ ഇതിൻ്റെ മൂലയ്ക്കിൽ ഇടയ്ക്കൊക്കെയാണ്. ഇതും ആക്ച്വലി വെള്ളം അടിച്ച് കഴിഞ്ഞിട്ട് ഞാനെന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് ഇതാവുമ്പോൾ എല്ലാ ഇടയിലും ഇത് കയറും. കണ്ടാ പിന്നെ ബ്ലോവർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പക്ഷെ അത് എനിക്കിവിടെ എൻ്റെ ഓപ്ഷനില്ല കുത്താനൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബ്ലോവർ ഉപയോഗിക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ വീടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാമായിരുന്നു. ഇവിടെ നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ട പശയുടെ ഇത് ഞാൻ ഒരു ഇത് ഒട്ടിച്ചിരുന്നു, മൊബൈൽ ഹോൾഡർ. അതിൻ്റെ പശ ഇവിടെ കുടുങ്ങി. ഇതൊക്കെ നമ്മൾ വല്ല തിന്നർ ഉപയോഗിക്കരുത്. തിന്നർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിൻ്റെ ഇത് പോകും. അപ്പോൾ നമ്മൾ മണ്ണെണ്ണ കാണാൻ ഉപയോഗിച്ചിട്ട് മണ്ണ് കിട്ടാനും ബുദ്ധിമുട്ടിപ്പോൾ ഇവിടെ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമ്മളത് പെയിൻറ്റ് പോകാത്ത രീതിയിൽ അത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഞാൻ ബേസിക്കലി ഫുൾ ബൈക്കിൽ ഇത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഈ ഏരിയയിലൊക്കെ നല്ലോണം വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് വെച്ച് ക്ലീൻ ചെയ്യാം. ഉള്ള പൊടി ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നമുക്കെടുത്ത് കളയാൻ പറ്റും. ഈ വണ്ടിക്ക് മഡ് ഗാർഡില്ല. അപ്പോൾ ഇത് ഇതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ മണ്ണ് കെട്ടിയെടുക്കാറുണ്ട്. അതും കൂടി ക്ലീൻ ചെയ്യാൻ നല്ലതാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ റസ്റ്റ് പിടിക്കാൻ ഏറ്റവും കൂടുതലുള്ള ചാൻസാണ്. ആദ്യം ഇത് വെള്ളമടിച്ച് കുറച്ചൊന്ന് കുതിരണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഈ ഭാഗത്തുണ്ട്. വെള്ളം ഉണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ ഓയിലിങ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം വെള്ളം ഒന്ന് ഉണങ്ങാൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ ഓയിലിങ് ചെയ്യാം. ഓയിലിങ്ങിൻ്റെ ഞാൻ നിങ്ങൾക്ക് ക്യാൻ കാണിച്ചു തരാം. ഞാൻ മേടിച്ചിട്ടുണ്ട് ക്യാൻ. അത് വെച്ച് ഓയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. മണ്ണുകൊണ്ട് ക്ലീൻ ചെയ്തത് വെച്ചിട്ട് നമ്മൾ ടാങ്കും ഇതും പെയിൻ്റുള്ള സ്ഥലത്തൊന്നും ക്ലീൻ ചെയ്യാൻ പാടില്ല. അതിന് വേറെ തുണി ഉപയോഗിക്കുക. ഒരു പ്രാവശ്യം വെള്ളത്തോണ്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ
പിന്നെ ഞാനത് സീറ്റൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഇത് ഈ മൈക്രോ ഫൈബർ വെച്ചിട്ട് ടാങ്ക് ക്ലീൻ ചെയ്യുക. അപ്പോൾ ആ ഷൈൻ അങ്ങോട്ട് ശരിക്കും വരും. ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ ഇതിൻ്റെ മഴ പെയ്ത്. ഞാൻ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചതാ. ബെസ്റ്റ്. അയ്യോ, തുണികളൊക്കെ നനഞ്ഞ. എന്ത് ചെയ്യാനാ. ഇതാണ് പ്രശ്നം ഇവിടുത്തെ. രാവിലെ എല്ലാം കഴുകിയിട്ടതാ ഞാൻ. ഇതൊന്നും ഉണങ്ങിയിട്ടില്ലല്ലോ. ഇവിടെ മഴ പെയ്തിട്ടും കാര്യമില്ല ഭായി. ഇപ്പോഴും നല്ല ചൂടുണ്ട്. എന്ന് വെച്ചാൽ ഉഷ്ണം. ഇത് കണ്ടില്ല എൻ്റെ കോലം. നമ്മൾ തണുപ്പത്തെന്ന് വെച്ചാൽ ഭയങ്കര സുഖമാണ് വണ്ടി ക്ലീൻ ചെയ്യാനും ഇതിനൊക്കെ. നമ്മൾ സർവീസ് നമ്മൾ സ്വന്തം ചെയ്യില്ലേ. അപ്പോൾ എനിക്ക് നിങ്ങളെ ഫുള്ള് ഞാൻ എൻ്റെ സർവീസിങ് ഇത് കാണിച്ചിരിക്കും. ഞാൻ ഓൾറെഡി പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചത്, കാരണം എൻ്റെ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഒരു 2 മാസം മുമ്പ് ഞാൻ അല്ലെങ്കിൽ 1 മാസം മുമ്പ് ഞാൻ ഓയിൽ മേടിച്ച് വയ്ക്കും. എന്നിട്ട് ഞാൻ സ്വന്തം തന്നെ സർവീസിങ് ചെയ്യാറ്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ വണ്ടി എങ്ങനെ സർവീസ് ചെയ്യണം, അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ ചെയ്യണേ, എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. ഇപ്പം ഇനി എന്നെ കൊണ്ട് വയ്യാവായി. പുറത്ത് പോകാനും പറ്റില്ല, കാരണം മഴ പെയ്യണം. ഞാൻ ആക്ച്വലി വണ്ടി എടുത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചാൽ രാവിലെ കുറച്ച് വെയിൽ കണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം ഇപ്പോൾ. അപ്പോൾ ഗൈസ്, നമ്മളുടെ ക്ലീനിങ്ങും സർവീസിങ്ങും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ബേസിക്കലി ഇത് ഞാൻ ഈ സംഭവമാണ് ഉപയോഗിക്കാറ്. ഇതിനു മുമ്പ് ഞാൻ ആദ്യം ഇത് മേടിച്ചിരുന്നു, ചെയിൻ ക്ലീനറും പിന്നെ ചെയിൻ ലൂബ്. ഇത് ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാറുള്ളൂ. ഒരു പ്രാവശ്യം. പിന്നെ എനിക്ക് ഈ സംഭവം ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ബെസ്റ്റ്. അത് നമ്മളുടെ ചെയിൻ ക്ലീനറിന് നിങ്ങൾക്ക് വേണമെച്ചാൽ മണ്ണെണ്ണയോ പെട്രോൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. പിന്നെ അതിൻ്റെ ഇത് ഉപയോഗിച്ചാൽ മതി. ഇതിലെല്ലാതും ഉണ്ട്. കണ്ട, ഇത് ക്ലീനിങ് ചെയ്യും, മോയ്സ്ചറും കളയും, എല്ലാതും. നല്ല ഒരു അടിപൊളി സാധനമാണ്. അപ്പോൾ ബേസിക്കലി നമുക്കിത് ഇന്ന് ഉപയോഗിക്കാം. പിന്നെ ഇത് റബ്ബിംഗ് കോമ്പൗണ്ടാണ്. ഇത് നിങ്ങളുടെ പെയിൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ബേസിക്കലി ടാങ്കും ആ ഭാഗത്തൊക്കെ യൂഷ്വലി ഞാൻ ടാങ്കിന് ഉപയോഗിക്കാറ്. ഇതൊരു 3-4 മാസത്തിൽ ഒരു പ്രാവശ്യം ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളുടെ സ്ക്രാച്ചൊന്നും ഉണ്ടാവില്ല, അതൊക്കെ അങ്ങോട്ട് പോകും. എപ്പോഴും ഉപയോഗിക്കേണ്ട, എല്ലാ ക്ലീനിങ്ങിലും വേണ്ട. ഒരു 3-6 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. പിന്നെ എൻ്റെ WD-40 ഉണ്ട്. പിന്നെ ഇത് മോട്ടോമാക്സ്. ഇതെന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് ഇല്ലേ, അതിനെ നല്ല ഒരു ഷൈനിങ് ലുക്ക് അങ്ങോട്ട് തരും. അപ്പോൾ ഞാനിത് സാധാരണ ഉപയോഗിക്കുന്നത് നമ്മുടെ സീറ്റിനും പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ആ പ്ലാസ്റ്റിക്കും അതിൻ്റെ ഒക്കെ. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ എൻ്റെ പ്ലാസ്റ്റിക് ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ പശ ഒട്ടി വയ്ക്കുന്നത്, അതും ഒന്ന് കളയണം. അപ്പോൾ WD-40 കൂടി ഒന്ന് എടുക്കാം. ഇത് ബേസിക്കലി ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒന്ന് ആക്സിലേറ്ററിൻ്റെ ഇവിടെ കുറച്ചിടാം. പിന്നെ ഇതിവിടെ നമ്മളുടെ ക്ലച്ചിൻ്റെ ഭാഗത്ത് അതൊന്നും ഇറങ്ങില്ല. ഇവിടെ ലൈറ്റ് കുറവുണ്ട്, ഇത് കുറച്ചിടാം. എവിടെയൊക്കെ ജോയിൻ്റ് ഉണ്ടോ കുറച്ച് നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഇടാം. പിന്നെ നമ്മളുടെ ബ്രേക്കിന് വച്ച് വരണ്ടായിരുന്നു, കാരണം മഴയുടെ സീസണാണല്ലോ. അത്രേ ഉള്ളൂ. പിന്നെ ഇത് വെച്ചിട്ടാണ് ഞാൻ സീറ്റ് ഫുള്ള് ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. ഞാനിത് ബേസിക്കലി എന്ന് പറഞ്ഞാൽ നല്ലോണം ഒന്ന് കുലുക്കി ഫുള്ളൊന്ന് ആദ്യം സ്പ്രേ അടിക്കും. അപ്പോൾ അവോയ്ഡ് ദി പെയിൻറ്റ് ഏരിയ. എന്നിട്ട് ചെറുതൊന്ന് ഫുള്ള് നമ്മുടെ ഇതിന് വേണ്ടിയിട്ടൊന്ന് ഷൈനും, പിന്നെ അതുമാത്രമല്ല അത് ആക്ച്വലി ആ ലെതറും പ്രൊട്ടക്റ്റ് ചെയ്യും. ലെതർ ആണെന്ന് തന്നെ അറിഞ്ഞൂടാ, ഇത് ശരിക്കുള്ള ലെതറൊന്നും പറഞ്ഞൂടാ. പക്ഷെ എന്നാലും വൈനലെന്ന് വെച്ചാലും ഇറ്റ് ഈസ് ഗുഡ് ഫോർ വൈനൽസ് ഓൾസോ.
ഈ സെയിം സംഭവമാണ് നമ്മൾ കാറിലൊക്കെ ഉപയോഗിക്കുന്നത്. കാറിൻ്റെ ഡാഷ്ബോർഡും അതിനൊക്കെ കണ്ടോ നല്ല ഷൈൻ വരുന്നുണ്ട്. ബേസിക്കലി ഇത് ഈ കോർണേഴ്സ് ഉണ്ടല്ലോ, ഇതിനാണ് ഏറ്റവും കൂടുതൽ മണ്ണ് ഒക്കെ പെടുന്നത്. അതും വരെ നമുക്ക് ക്ലീൻ ചെയ്യാം. കണ്ട ഷൈൻ കണ്ട എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഞാൻ ഇതിലും അടിക്കാറുണ്ട്. ഇതിൽ അടിക്കാറില്ല. ഒരു പ്രാവശ്യം ഞാനിത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ സൈഡ് വെച്ചിട്ട് തന്നെ ആ തുണി വെച്ചിട്ട് തന്നെ അതിനെ ഒന്ന് ഇതാക്കി കൊടുക്കും. പ്ലാസ്റ്റിക്കും റബ്ബറിലൊക്കെ അതിൽ നല്ല ഷൈൻ വരും. വേണമെന്ന് വെച്ചാൽ കുറച്ച് അടിച്ചൊന്നുണ്ട്. ഇന്നെന്ന് വെച്ചാൽ ഇത് ഞാൻ അമേസോണിൽ നിന്ന് മേടിച്ചാണ്. വേണ്ട ഷൈൻ വേണ്ട. ഇതിലും നമ്മൾക്ക് കുറച്ച് ചെയ്യാം. ഇതിൽ പിന്നെ അങ്ങനെ ആവശ്യമില്ല. എന്നാലും ഈ ഭാഗത്തൊക്കെ ഈ കറുത്ത പ്ലാസ്റ്റിക് ഇല്ലേ, അല്ലെങ്കിൽ സാധാരണ എന്താ പറ്റാന്ന് പറഞ്ഞാൽ നമ്മളതിനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലാസ്റ്റിക് അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഗ്രേ ആയി പോകും. അതാണ് പ്രശ്നം. എനിക്കെന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുമ്പോൾ ഐ നീഡ് ദ ബൈക്ക് ഓർ കാർ ടു ബി ക്ലീൻ, റിയലി ക്ലീൻ. അല്ലെങ്കിൽ എനിക്ക് ആ ഓടിക്കുന്ന സുഖം കിട്ടില്ല എനിക്ക്. ദൈവോ. അപ്പം അത് കഴിഞ്ഞ് ഞാനിവിടെ എല്ലിൻ്റെ സ്റ്റിക്ക് വെച്ചിരുന്നു, ഇൻസുലേഷൻ ടൈപ്പ്. അപ്പോൾ അതിൻ്റെ ഈ മാർക്ക് വന്നു. ഇത് കളയാൻ വേണ്ടിയിട്ട് എനിക്കൊന്ന് WD-40 മതിയെന്ന് തോന്നുന്നു. അപ്പോൾ അതൊന്ന് അടിച്ചു നോക്കാം. അല്ലെങ്കിൽ ഞാൻ ഈ ചെയിൻ ക്ലീനർ വേണമെന്നുണ്ട്. ഇതൊന്ന് ട്രൈ ചെയ്യാം ആദ്യം. അത് വെച്ചിട്ട് സുഖമായിട്ട് പോയി. വേണ്ട ഇത്രേ ഉള്ളൂ, സംഭവം പോയി. അപ്പോൾ ഇതിൻ്റെ മാർക്ക് എങ്ങനെ എന്താ വെച്ചാൽ നമ്മളുടെ പശയുടെ മാർക്കൊക്കെ എന്ന് വെച്ചാൽ അത് ചെയിൻ്റെ ക്ലീനർ വെച്ചാൽ മതി. അത് വെച്ചിട്ട് പോയിക്കോളും. അടിപൊളി. ഇവിടെ ഉണ്ടായിരുന്നു പശ, അതൊന്ന് ക്ലീൻ ചെയ്യണം. ഈ പശ ഉണ്ടല്ലോ, ഇത് കുറേ നാളായി. അയവ ഇത് സംഭവം നല്ല കേട്ടോ. ചെയിൻ ക്ലീനർ വെച്ചിട്ട് പശ പോവും. ഇതുകൊണ്ട് വേറെ സംഭവം എന്ന് പറഞ്ഞാൽ പെയിൻറ്റും പോകണില്ല. അപ്പോൾ അത് നല്ല സംഭവമായിരുന്നു ആക്ച്വലി. മറ്റേ നമ്മൾ ടെർപ്പൻറ്റൈൽ ഓയിൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെയിൻറ്റ് പോവും. പോയി. ഇതും ക്ലീനായി. അടിപൊളി. ഇത് നോക്ക് ഗൈസ്, മഴ, പുറത്ത് പോകാൻ യാതൊരു വഴിയില്ല നമുക്ക്. ഡൽഹിയിൽ മഴ പെയ്താൽ നല്ല ബ്യൂട്ടിഫുള്ളൊക്കെ, മറ്റുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. എന്ന് വെച്ചാൽ പച്ചപ്പും ഇതൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ ഗലികളിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ ഈ ഗലി നല്ലതായിരുന്നു, പക്ഷേ ഇവന്മാരത് അടിച്ച് പൊളിച്ചിട്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഇന്നലെയും ഇന്നും നമുക്ക് വാക്കിങ്ങിന് പോകാൻ പറ്റില്ല ഈ മഴ കാരണം. ഇനി മുതൽ എനിക്കൊന്ന് ഇപ്പോൾ മൺസൂൺ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ബേസിക്കലി ജൂലൈ എൻഡിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ വരെ മഴ ഉണ്ടാവും, വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഡൽഹിയിൽ മെയ് ജൂൺ ജൂലൈ ഈ 3 മാസമാണ് ശരിക്കുള്ള ചൂട് നമുക്ക് അനുഭവിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ബൈക്ക് ഫുള്ള് ക്ലീനിങ് കഴിഞ്ഞു, സെറ്റപ്പ് കഴിഞ്ഞു. വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യമില്ല കാരണം മഴ കാരണം. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഹോപ്പ്ഫുള്ളി യു ലൈക്ക് മൈ വ്ളോഗ്. ഇന്ന് ഈ മഴ കാരണം വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. ഇത്രയും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെടിയിൽ കൂടെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് വണ്ടി എടുക്കണമെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മഴ പെയ്തു പോയി. എന്ത് ചെയ്യാൻ പറ്റും? എനിവേസ്, if you are new and if you like my content, please consider subscribing, liking and commenting on my channel. കാണാം ഗൈസ് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.